ഇന്നത്തെ കാലത്ത് പ്രായ വ്യത്യാസമില്ലാതെ, അതായത് 20കളിലാണോ 30കളിലോ 40കളിലോ ആണോ എന്ന് വ്യത്യാസമില്ലാതെ ഒരുപാട് പേരെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്നത്. മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി വയറിൻ്റെ സ്കാനിങ് എടുക്കുന്ന സമയത്ത് ആ റിപ്പോർട്ട്സിൽ ഫാറ്റി ലിവർ ഡിസീസ് എന്ന് കണ്ടിട്ട് അതുമായി എൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. ഫാറ്റി ലിവർ ഡിസീസ് കുഴപ്പക്കാരനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ചെറിയൊരു കുഴപ്പമുണ്ട്. നമുക്ക് നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന വലിയ ഒരു സിഗ്നലാണ് ഫാറ്റി ലിവർ ഡിസീസ്. എന്തുകൊണ്ടാണ് ഒരാൾക്ക് ഫാറ്റി ലിവർ വരുന്നത്? പ്രധാന കാരണം അമിതവണ്ണമാണ്, പ്രത്യേകിച്ച് വയറൊക്കെ ചാടിയിട്ടുള്ള ആളുകൾക്ക്. അതുപോലെ അമിതമായിട്ടുള്ള ഷുഗേഴ്സിൻ്റെ, കാർബോഹൈഡ്രേറ്റ്സിൻ്റെ, ചോറിൻ്റെ ഒക്കെ അമിതമായിട്ടുള്ള ഉപയോഗം, മധുരം അമിതമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക്, അതുപോലെ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ടുള്ള പെപ്സി, കോള, സാനപ്പ് തുടങ്ങിയിട്ടുള്ള പാനീയങ്ങൾ കഴിക്കുന്ന ആളുകൾ, അതുപോലെ മൈദ, ബേക്കറി ഐറ്റംസ് ഒക്കെ ധാരാളം ഉപയോഗിക്കുന്ന ആളുകൾക്ക്, ഇവർക്കൊക്കെ ഫാറ്റി ലിവർ വരാം. പിന്നെ ഒരുപാട് സമയം ഇരിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഞാനൊക്കെ അതിൽ പെടുന്ന ആളാണ്, ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഫാറ്റി ലിവർ കൂടുതലായിട്ട് കാണാറുണ്ട്. ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് രൂപപ്പെടുന്നുണ്ട് എന്നാണ് അർത്ഥം. അതായത് സാധാരണ ആവശ്യമുള്ള ഇൻസുലിനേക്കാൾ കൂടുതൽ ഇൻസുലിൻ ഈ ആളുടെ ശരീരത്തിൽ ആവശ്യമുണ്ട് എന്നാണ് അർത്ഥം. ഷുഗറിൻ്റെ സാധാരണ മെറ്റബോളിസത്തിന് കൂടുതൽ ഇൻസുലിൻ ആവശ്യമായിട്ട് വരിക, അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ അമിതമായിട്ട് വണ്ണം വെക്കാനും ശരീരത്തിൽ കൊഴുപ്പടിയാനും സാധ്യതയുണ്ട്. ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ വൈകാതെ തന്നെ നമുക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, അതുപോലെ ഹാർട്ടിൻ്റെ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. സോ ഈ അസുഖത്തിനൊക്കെ മുന്നോടിയായിട്ട് ശരീരം നമുക്ക് കാണിച്ചു തരുന്ന ഒരു വാർണിംഗ് സിഗ്നലാണ് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെ നമുക്ക് ഫാറ്റി ലിവർ മാറ്റിയെടുക്കാം? നമ്പർ 1, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വെയിറ്റ് ലോസ് ആണ്, തടി കുറക്കുക എന്നുള്ളതാണ്. 5 മുതൽ 10% വരെ വെയിറ്റ് ലോസ് സംഭവിക്കുമ്പോൾ തന്നെ ലിവറിൽ നിന്ന് കൊഴുപ്പൊക്കെ ഒരുപാട് പോകും. അതുപോലെ ഷുഗറിൻ്റെ ഉപയോഗം, ചോറ് അമിതമായിട്ട് കഴിക്കുന്നതൊക്കെ നമ്മൾ നിർത്തണം. റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ടുള്ള നേരത്തെ പറഞ്ഞ ഡ്രിങ്ക്സ് ആയിക്കോട്ടെ, ബേക്കറി ഐറ്റംസ് ആയിക്കോട്ടെ, മൈദ ആയിക്കോട്ടെ, അതൊക്കെ പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിവാക്കണം. വെജിറ്റബിൾസും വോൾ ഗ്രെയിൻസും നല്ലപോലെ നമ്മൾ കഴിക്കണം. അതുപോലെ ചിട്ടയായിട്ടുള്ള വ്യായാമം വേണം. വ്യായാമം ചെയ്യുമ്പോൾ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പുകളൊക്കെ റിമൂവ് ചെയ്യപ്പെടും. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പാനിക് ആകാതെ ഈ പറഞ്ഞ രീതിയിലൊക്കെ നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ, നമ്മളെ തന്നെ സ്വയം തിരുത്തുകയാണെങ്കിൽ നമുക്ക് ആ അസുഖത്തിൽ നിന്ന് മോചനം ലഭിക്കാനും, അതുപോലെ നമ്മളെ കാത്തിരിക്കുന്ന പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, ഹാർട്ട് ഡിസീസ് തുടങ്ങിയവ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കും. സോ നമ്മൾ തന്നെ ഉണർന്നെണീറ്റ് നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഫാറ്റി ലിവർ എന്നൊരു പ്രശ്നമല്ല. ഈ ഫാറ്റി ലിവർ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ കഴിയും. സോ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ആളുകളുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.